അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹദീസ് ക്ലാസ് 475 ഹദീസായിട്ട് സുഹൂദരെ ശ്രേഷ്ഠത്തെ വിവരിക്കുന്ന ആ ബാബിൽ ഞങ്ങൾ വിവരിച്ച് വന്നോണ്ടില്ല. ഇന്നത്തെ ഹദീസ് മഹദി ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലി. ജുവൈരിയ ബീവി ആറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഏറ്റിക്കുന്നത് കഴിഞ്ഞ ഹദീസിലെങ്കിൽ ആയിഷ ബീവിയുടെ സ്റ്റോറി ആയിട്ട് ആയിഷ ബീവിയുടെ സംഭവം ആയിട്ട് കിട്ടുന്നത്. ഇതിൽ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുമ്പോൾ ഒരു ദീനാറോ ദിർഹമോ, ദീനാറ് എന്നെങ്കിൽ സ്വർണത്തിലുള്ള പൈസ ആയിട്ട് ബംഗാർ നാണയം, ദീനാറ് ദിർഹം, ഒരടിമ അല്ലെങ്കിൽ ഒരടിമ പെണ്ണോ എന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കി വെച്ച് പോയിട്ടില്ല. നബി വഫാത്താകുമ്പോൾ ആകെ നബിയുടെ സമ്പത്തിട്ടുള്ളത് ഒരു എന്തായിട്ട് തട്ട് കുതിരാൻ ചൊല്ല ബഗുലത്ത്, കോവർ കഴുതാൻ ചൊല്ല കത്തെ, അങ്ങനെയുള്ള ഒന്ന്. അത് ചരിത്രത്തിൽ ചൊല്ലി അത് ദുൽദുൽ പേരുള്ളത് മുക്കൗക്കിസ് രാജാവ് നബിക്ക് കൊടുത്ത് കടത്തിയതിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്ത് കടത്തിയത്, ഈജിപ്തിലെ രാജാവ്. അപ്പം നബി അതെല്ലാം എന്തൊക്കെ യാത്രയ്ക്ക് ഉപയോഗമാക്കിയിട്ട് ഒരു തട്ടുകുതിര ചൊല്ല്, കോവർ കഴുത കത്തെ. അപ്പം അതുപോലെ നബിയുടെ ആയുധം, പിന്നെ നബിക്ക് അള്ളാഹു തെല്ല് ഭൂമിയെ കൊടുത്തിട്ടില്ല, അതും നബി അള്ളാഹുടെ ദീനിക്ക് പിന്നെ സദക്കയായിട്ട് അതോടെ ഓതി വെക്കുമ്പില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ആകെ ഉള്ളൊരു സമ്പത്ത് എന്തിനായിട്ടെങ്കിൽ ഒരു കോവർ കഴുതയായിട്ടിരിക്കുക, ഒരു കത്ത നബി ഉപയോഗമാക്കിയെന്ന ഒരു കത്ത, പിന്നെ ചില ആയുധങ്ങൾ, ഇത് മാത്രമായിട്ടിക്കട് ഇന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വത്തും സമ്പത്തും ഒന്നും ബാക്കി വെച്ച് പോയിട്ടില്ല. ഇല്ല, അത് നാക്കുന്നല്ല. ഇന്നത്തെ ഹദീസിൽ അണ്ടത്തുള്ളത് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. നാലക്ക് വേണ്ടി ബാക്കി വെക്കല് സമ്പത്ത് ഇത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കലിന് കണ്ടെങ്കിൽ മനസ്സാക്കലിന് കണ്ടെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ബംഗാറും വെള്ളിയും റാസിയാക്കിയിട്ട് തന്നെ കൊടുക്കണ്ട. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിടെ ആഡംബരമോ സമ്പത്തോ അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വിട്ടുപോയതൊന്ന് ഇൽമായിട്ട്, ദീനിലെ ഇൽം, പരിശുദ്ധ ഖുർആൻ, ഹദീസുകൾ, ഇതായിട്ട് പണ്ഡിതന്മാർ നബിയിൽ നിന്നും ഓഹരിയായിട്ട് എടുത്തത്, സ്വത്തായിട്ട് എടുത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസ് നോക്കാം. വാൻ അംറുബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ, അഖി ജുവൈരിയത ബിൻതിൽ ഹാരിസ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായിട്ട് ആര് അംറുബ്നുൽ ഹാരിസ്. ഖാല മാ തറക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല ദീനാറൻ, ഒരു ദീനാറും ഉപേക്ഷിച്ചിട്ടില്ല, വല ദിർഹമൻ, ഒരു ദിർഹമും ഉപേക്ഷിച്ചിട്ടില്ല. ദീനാർ ചെന്നെങ്കിൽ അണ്ടത്തെ കാലത്തിൽ ബംഗാറിൽ നിന്നുള്ള നാണയ പൈസ ആയിട്ടുണ്ട്. ദിർഹം ചെന്ന് വെള്ളിയിൽ നിന്നാണ്ട് ഉപയോഗമാക്കിയുന്ന പൈസ ആയിട്ട്. ഈ ദീനാറും ദിർഹമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദീനാറും ഒരു ദിർഹമും കൂടെ ഔത്തിൽ ബാക്കിയില്ല. വല അബദൻ, ഒരു അടിമയുമില്ല, വല അമത്തൻ, ഒരു അടിമ പെണ്ണുമില്ല. അന്നത്തെ കാലത്തൊക്കെ അടിമകളല്ല ഇന്നാറ്. അപ്പം അടിമകളെല്ലാം എന്താക്കിയെന്നാറ് അങ്ങ് വില കൊടുത്തെടുത്തിട്ട് അങ്ങനെ ഔത്തിൽ സ്വർത്ത് കണിപ്പാട്ടിയെന്നാറ്, സ്വർത്ത് കടത്തി ചെയ്യുന്നാറ്, അതിന് ബെനിഫിറ്റ് അങ്ങ് എടുത്ത് ചെയ്യുന്നാറ്. അപ്പം ഇങ്ങനത്തെ ഒരു അടിമയോ അടിമ പെണ്ണോ ഒന്നുമില്ല. വലാ ഷെയ്യാൻ, ഒന്നുമില്ല. വല ഇല്ല ബഗ്ലത്തുൽ ബൈളാ, നബിൻ്റെ ആ വെളുത്ത ബഗ്ലത്ത് ഒന്നെങ്കിൽ ഈ തട്ടുകുതിരാൻ ചെറുതെടുക്കുക. അതായത് ഈ കത്തയും ഒരേ എണചേറുമ്പത്തും കുതിരയും കത്തയും കൂടി എനച്ചേർന്നുണ്ടായത് കയറ്റിക്കിട് ബഗ്ലത്ത് ചൊല്ല്. തട്ടുകുതിരായിട്ട് ഞങ്ങൾ ഇതിലല്ല ചൊല്ല്. കത്തയിൽ നിന്നുള്ള കുതിര, പിന്നെ ഒന്ന് കുതിരയും ഒന്ന് കത്തയും, ഇത് രണ്ട് ഇടം ചേർന്നുണ്ടായത് കയറ്റിക്കിട് തട്ടുകുതിര ചൊല്ല്. അപ്പം അത് മാത്രമായിട്ടിക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത അല്ലത്തി കാന ഇറക്കുബു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ യാത്രയാക്കിക്കൊണ്ടിട്ട് അതിൽ വാഹനം കയറി ഇറക്കബു അഞ്ചെന്ന് നബി അതിൽ തെച്ച് സഞ്ചരിച്ചു. വസിലാഹു, നബിയുടെ ആയുധം, വാറുള്ളൻ, ഭൂമി, ജഅലഹ, ഭൂമിയിലെ ആക്കില് ലിബിനി സബീലി, അള്ളാഹുടെ ദീനിക്ക് വേണ്ടി സ്വതക്കയാക്കി. അപ്പോൾ തെല്ലു ഭൂമി എന്നത് അത് അള്ളാഹുടെ ദീനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയാക്കി. റവാഹുൽ ബുഖാരി. അപ്പോൾ എന്തായിട്ട് ഈ ഹദീസ് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്വത്തും സമ്പത്തും കൂടെ എന്താക്കിയിട്ടില്ല, ഉപേക്ഷിച്ച് പോയിട്ടില്ല. ചെറിയൊരു ലളിത ജീവിതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത്. അടുത്തൊരു ഹദീസും കൂടി നമുക്ക് ചൊല്ലാം. 476
അൻ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഖാല, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലെ, ഹാജർന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഹിജ്റ പോയി. നൽതമിസു വജ്ഹല്ലാഹി തആല, അള്ളാഹുടെ വജ്ഹിൽ, അള്ളാഹുടെ പ്രതിഫലം, ആ സ്വർഗം, അള്ളാഹുടെ ലിഖാവ്, അള്ളാഹുടെ തൃപ്തി, ഇത് ആഗ്രഹിച്ചിട്ടായിട്ട് ഞങ്ങൾ ഹിജ്റ പോയി. ഹിജ്റ ചെന്നെങ്കിൽ മക്കയിൽ നിന്ന് മദീനത്തേക്ക്, ആ മക്ക റായം കൂട്ടിട്ട് അങ്ങ് എവിടെ വന്നത്? മദീനത്തേക്ക് വന്നത്. അങ്ങനെ സ്വത്ത്, സമ്പത്ത്, തോട്ട, അങ്ങനെ കുടുംബം, ഇതെല്ലാം കൂട്ടിട്ടായിട്ട് അങ്ങ് എവിടെ വണ്ടി? മദീനത്തേക്ക് വണ്ടി. അതാ ഹിജ്റ വണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഹിജ്റ പോയ നബി തങ്ങളോട് കൂടെ ഞങ്ങളും ഹിജ്റ പോയിട. സ്വഹാബാക്കളൊക്കെ എന്തായിട്ടാണ് മക്കത്ത് നിൽക്കും മദീനത്തേക്ക് വന്നിടാറ്. അപ്പം നബി വണ്ടിക്ക് മുന്നോർക്കൊരു സ്വഹാബാക്കൾ വന്നിടാറ്, നബി വന്നാൽ പിന്നെയും സ്വഹാബാക്കൾ വന്നിടാറ്. അല്ലെ, ഫവാഖ അജ്റുന അലല്ലാഹി, അള്ളാഹുടെ പ്രതിഫലം ഞങ്ങൾക്ക് എന്തായത് അത് കിട്ടി. ഫവക്ക അത് അജുറുന, ഞങ്ങളെ പ്രതിഫലം ബാക്കിയായിട്ട് അലല്ലാഹി, അള്ളാഹുടെ വിളിച്ചാൽ അള്ളാഹു താല ഞങ്ങൾക്ക് അത് പ്രതിഫലം തറവുണ്ട്. ഹിജറ പണ്ടേ ചൊല്ലത് ആ കാലഘട്ടത്ത് അപ്പം നിർബന്ധമായിട്ടിത്ത്. മക്ക ഫത്തിൽ പിന്നെ ഹിജറ 8ാമത്തെ വർഷത്തിലായിട്ട് മക്ക നബിയുടെ അണ്ടറിലവിടെ, അതിൽ പിന്നെ ഹിജറ പറകു നിർബന്ധമില്ല. പക്ഷെ അതൊക്കെ മുന്നോല് മക്കത്ത് നിൽക്കുക ആവാത്തങ്ങളിൽ എവിടെ പറഞ്ഞു? മദീനത്ത് പറഞ്ഞു. അപ്പം അത് നിർബന്ധമായിട്ടിത്ത്. അതൊക്കെ വലിയ കൂലിയുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അത് കണ്ട് അന്റെ നിർബന്ധമായിട്ടിന്ന്. നിർബന്ധമാകുമ്പോൾ നിർബന്ധത്തിന് ഫർദ് സുന്നത്തിനേക്കാളും വേറല്ലേ പ്രതിഫലം. അത് ചൊല്ലേ ഞങ്ങൾക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹുടെ മേൽ ബാക്കിയുണ്ട്, അള്ളാഹ് തറവുണ്ട് പ്രതിഫലം എന്ന് ചൊല്ലേ. ഫമിന്ന, അതാ ഞങ്ങളെ മേലുണ്ട്, ഞങ്ങളിട്ടുള്ളവർ മാത്ത മരിച്ചു പോയ, ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ. ഫമിന്ന, ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ മാത്ത മരിച്ചു പോയ, ആ ഹിജ്റ വന്നതിൽ നിന്ന് മരിച്ചു പോയുള്ളവർ. വലം യഅകുൽ മിൻ അജ്രിഹി ഷൈഅൻ, അങ്ങക്ക് ആ ഹിജ്റ പോയതിന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒരു അംശം പോലും അങ്ങനെ ഭയത്തേക്ക് കിട്ടിച്ചാൽ ദുനിയാവിൽ എന്തും അതിന്റെ സ്വഭാവം അങ്ങ് കിട്ടിയിട്ടിക്കാല. അള്ളാഹു ആഖിറത്തുക്ക് വേണ്ടി മാത്രം പ്രതിഫലത്തെ നീക്കി വെച്ചിരുന്നു. അപ്പൊ ഹിജ്റ വന്നതുക്കുള്ള പ്രതിഫലം ദുനിയാവിൽ നിന്ന് ഒരു തെല്ല് പോലും അനുഭവിക്കാണ്ട് മരിച്ചു പോയുള്ളത്. അതാ മിൻഹും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അതിൽ ഒരു സഹാബി ചൊല്ലാറ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഖുതില യൗമ ഉഹുദ്, ഉഹുദ് യുദ്ധത്തിലായിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. ഒത്താർക്കൻ അമീറത്തൻ, മുസ്അബ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോഴത്തേക്ക് ആകെ ഒരു പദപ്പ് മാത്രമേ ഉള്ളൂ. ഫകുന്ന, അതാ നങ്ങായിട്ടിന്ന ഇദാ ഗത്തൈന ബിഹാ റഅസഹു, ആ പദപ്പ് കൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം മൂടുമ്പോഴത്തേക്ക്, കഫൻ ചെയ്യുമ്പോഴത്തേക്ക് മുഖത്തോടേക്ക് വലിക്കുമ്പോൾ ബദത്ത് റിജ്ലാഹു, രണ്ട് മഹാനവറുകളെ രണ്ട് കാലോപ്പണവർ. വൈദാ ഗത്തൈന ബിഹാ റിജ്ലൈഹി, മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാലിന്റെ ഭാഗത്ത് ഈ പദപ്പ് വലിക്കുമ്പോൾ ബദാ റഅസുഹു, തല ഓപ്പണവർ, മുഖം കണ്ടു. ഫഅമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുവത്തിയ റഅസഹു, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്, ഈ പദപ്പ് കൊണ്ടിട്ട് നിങ്ങൾ എന്താക്കറു? തലയുടെ ഭാഗത്ത് നിങ്ങൾ കഫനാക്കറു, മൂട്ടോ. വനജഅല അലാ റിജ്ലൈഹി ശൈഅൻ മിനൽ ഇദ്ഖിർ, കാലിന്റെ എവിടേക്ക് എന്താക്കറു? ഇദ്ഖിർ ആക്കറു. ഇദ്ഖിർ ചെന്ന് മദീനത്തുള്ള ഒരു പുല്ലായിട്ടിരിക്കണം. അപ്പം ആ പുല്ല് കൊടുത്തിട്ട് അതിനെന്താക്കണം? ആ സൈഡിൽ തുണില്ല, കഫൻ ചെയ്യുകൊള്ള പൂർത്തിയായ തുണില്ല. അപ്പം എന്താക്കണം? അവിടെ പുല്ലെടുത്തിട്ട് വെച്ചിട്ടായിട്ട് മറച്ച് അതങ്ങനെ ആക്കി ചൊന്നു. അപ്പൊ ഇതെന്തിനെ ചൊല്ലേ? ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലും. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ആദ്യ കാലം തന്നെ ഇസ്ലാം സ്വീകരിച്ച മഹാനായിട്ടിക്കട്, കുറെ കഷ്ടം അനുഭവിച്ച ആളായിട്ടിക്കട്. അപ്പൊ നബി തങ്ങളോട്ട് അങ്ങ് ഹിജ്റ വന്ന ആ ഹിജ്റ വന്ന സ്വഹാബാക്കളിൽ നിന്ന് അങ്ങ് ദുനിയാവിടെ ഒരു ആഡംബരം പോലും എന്തായിട്ടില്ല, അങ്ങ് എടുത്തിട്ടില്ല. അത്ര കഷ്ടത്തിൽ ജീവിതം നയിച്ചങ്ങ് ഇന്നാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ മരിച്ചു പോയിട്ടാറ്. അതിൽ ഒരാളെ പേരായിട്ടിക്കട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചൊന്നത്. എന്നിട്ട് ചൊല്ലത് വമിന്ന മൻ ഐനാത് ലഹു സമറതുഹു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അണ്ട് ഹിജ്റ വന്നതിൽ ആറ് മൻ ഐനാത് ലഹു സമറതുഹു, അങ്ങനെ ഫലവസ്തു അങ്ങ് എന്തായിട്ട് പാകപ്പെട്ടു ചെന്നെങ്കിൽ അങ്ങക്ക് എന്തായിട്ട് ഇപ്പൊ തോട്ടമുണ്ട്, അതിൽ നിന്ന് ഫലവസ്തു എല്ലാം ആയിട്ട് ഫഹു അവൻ യഹദിബുഹ, അതാ അതിനെ കൊയ്തെടുക്കുക റെഡിയായിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ചെന്നെങ്കിൽ ദുനിയാവിൽ നമുക്ക് എന്തായിട്ട് തെല്ല് സ്വത്ത് സമ്പത്തെല്ലാം കിട്ടിയത് എന്നായിരിക്കും ഒരു ഉദ്ദേശം. അപ്പം നബിരട്ടിയ ഹിജ്റ വന്ന സ്വഹാബാക്കളിൽ നിന്ന് ദുനിയാവിൽ ഒരു ആഡംബരം പോലും എടുക്കാണ്ട് മരിച്ചു പോയമുള്ളവർ അത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു പോലത്തെ. അത് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ചൊല്ലേ. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്തായിട്ട് എന്തേ ഞങ്ങൾക്ക് പിന്നെ അങ്ങക്ക് എതിരായിട്ട് ഫലവസ്തുക്കളല്ല പൽക്കുകയായിട്ട് ഓണെതിരെന്താക്കട കൊയ്തെടുക്കുക കാത്തോണ്ടുള്ള അങ്ങക്ക് ഇപ്പൊ സ്വത്തും സമ്പത്തെല്ലാം ഉണ്ട്. അപ്പൊ മഹാനവർകൾ ചൊല്ലേ
മുസാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു പോലെ തന്നെ ഭയങ്കര കഷ്ട ആ കാലഘട്ടത്തിൽ എന്തും ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ ചുമ കഷ്ടത്തിലായിട്ട് ജീവിച്ചു ചൊന്ന് കഫൻ ചെയ്യുക പോലും ഒരു പദപ്പില്ലെന്ന്. അപ്പൊ അങ്ങനെ ഹിജ്റ വന്ന സഹാബാക്കളിൽ നിന്ന് ആനിലൊക്കെ ജീവിച്ചുള്ളവർ ഇന്നിപ്പ ഞങ്ങൾക്ക് എന്തായാലും ഹിജ്റ വന്നങ്ങളിൽ ഞങ്ങൾക്ക് എന്തായാലും സ്വത്തും സമ്പത്തെല്ലാം ഉണ്ട്. അപ്പൊ മഹാനവർകൾ ചൊല്ല അപ്പൊ ഞങ്ങളെ ഹിജ്റയുടെ പ്രതിഫലം അള്ളാഹു തആല ഞങ്ങൾക്ക് ദുനിയാവിലെ തന്നെമാ എന്നൊരു ചിന്തയിലായിട്ട് ചൊല്ല. സ്വഹാബാക്കളാറ് അങ്ങനെയല്ല, അങ്ങോട്ട് പേടിക്ക് ഞങ്ങൾ ഹിജ്റ വന്നതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് ദുനിയാവിലെ കിട്ടിപ്പോയമാ. ഈ ആഡംബരമല്ല, ആഡംബരം അണ്ടത്തെ കാലഘട്ടത്തിൽ പല വസ്തു കിന്തരം അല്ലെ. മുസാബ് റളിയല്ലാഹു അൻഹു വഫാത്ത മറമാട് പോലെ കഫൻ തുണിയില്ല. ഇതേ സെയിം ഹദീസ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നൽ ചൊന്നത് ഞങ്ങൾ ചൊന്നത് നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തറക്കുക ഭക്ഷണങ്ങളെ കൊടന്നു വെച്ചിട്ടാകുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കണ്ണിൽ നിന്ന് കണ്ണിടെ തന്നെ വന്ന് ഉൾപ്പെട്ടു പോയിട്ട് എന്തേ മുസാബ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ കഫൻ ചെയ്യുക പടയില്ലെന്ന് ഇന്ന് ഞങ്ങൾക്ക് തിന്നുകല്ല ആഹാരമുണ്ട് എന്ന് പേടിച്ചു പോയിട്ട് മഹാനവറുകൾ. അപ്പൊ എന്തായിട്ടെങ്കിൽ അങ്ങ് പേടിക്കരുത്. ഞങ്ങൾ ഹിജ്റ വന്നതിന് പ്രതിഫലം അള്ളാഹു ദുനിയാവിലെ ഞങ്ങൾക്ക് തൻ്റെമാ എന്നുള്ള പേടിയാണ്. മഹാബാക്കളൊക്കെ വലിയ സ്ഥാനത്താണ്. അങ്ങനൊന്നും ഞങ്ങൾ ചെറുതായി കാണുകത്തീര. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയും. ഈ ഹദീസിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നമിറത്തു കസാഉൻ മുലവ്വനുൻ മിൻ സൂഫിൻ, റോമത്തിൽ നിന്ന് പിന്നെ ഇതൊക്കെ കളറുള്ള ഇതുള്ള ഒരു പദപ്പായിട്ടിരിക്കുന്നു. അപ്പോൾ കൗല അയിനാത്ത് ചെന്ന നദിജത്ത് അദ്റക്കത്ത്, അതായത് 32 പൽക്കുക ആയിട്ടുണ്ട്. അപ്പോൾ കൗലു യഹ്ദിബുഹ എന്ന ബിഫത്തിൽ യായി വളമ്മി ദാലി വകസ്ര ലുഗത്താനി ഐ യഖതിഫുഹ വജ്തനിഹ, അതിനെ അവൻ കൊയ്തെടുക്കുന്നു എന്നായിട്ടിരിക്കുന്നു. അത് ഇസ്തിആറത്തുൻ, ഇതിന്റെ ഉദ്ദേശം ഇത് ഈ ഫലവസ്തുക്കൾ പൽത്തിട്ട് ഓൻ അതിൽ കൊയ്തെടുത്തോണ്ടുള്ള എന്നതിന് അർത്ഥം ഇസ്തിആറത്തുൽ ലിമാ ഫതഹല്ലാഹു തആല അലൈഹി മിനദ് ദുനിയ വതമക്കനു ഫിഹ, ദുനിയാവിൽ നിന്ന് അള്ളാഹു തആല സ്വത്തും സമ്പത്തും കൊടുത്ത് അതിൽ നിന്നും അത് അങ്ങനത്തെ അതിലെ സ്വത്തും സമ്പത്തിൽ നിന്ന് അങ്ങ് ആസ്വദിച്ചുകൊണ്ടുള്ളതൊക്കെ എന്തായിട്ടിക്കട് ഉപയോഗമാക്കിയ പദമായിട്ടിക്കട് ഏത് ഈ ഫലവസ്തുക്കൾ പൽത്തിട്ട് കൊയ്തെടുത്തോണ്ടുള്ളത് എന്നതിന് ഉദ്ദേശം അള്ളാഹു ദുനിയാവ് സ്വത്തും സമ്പത്ത് കൊടുത്ത് ആ സൗകര്യങ്ങളെ അങ്ങ് ഉപയോഗപ്പെടുത്തിയുള്ളത് എന്ന് എന്ന് ചൊന്നതിന് അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഈ പദം ഇങ്ങനെ ഉപയോഗമാക്കിയത്. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.